ദ ജേർണലിസ്റ്റിലേക്ക് എം.എ. യൂസഫ് അലി എന്ന ലോകമാദരിക്കുന്ന മലയാളിയായ പ്രവാസി വ്യവസായിയെയും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ലുലു ഗ്രൂപ്പിനെയും സമൂഹ മധ്യത്തിൽ അപമാനിക്കുക, താറടിച്ചു കാണിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായി ഒരു ഗൂഢസംഘം വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുകയാണ്. മുമ്പ് ചില നിലവാരമില്ലാത്ത യൂട്യൂബർമാർ എം.എ. യൂസഫ് അലിയെ വ്യക്തിപരമായി പോലും കടന്നാക്രമിച്ചുകൊണ്ട് അദ്ദേഹത്തെ സമൂഹ മധ്യത്തിൽ അപമാനിക്കാൻ ശ്രമിച്ചത് നമ്മൾ കണ്ടതായിരുന്നു. എന്നാൽ ലുലു ഗ്രൂപ്പ് നിയമ നടപടി ശക്തമാക്കിയതോടെ ഈ കുരച്ച യൂട്യൂബർമാരൊക്കെ ഓടിയൊളിക്കുന്ന, കണ്ടം വഴിയോടുന്ന സാഹചര്യം നമ്മൾ കണ്ടു. എന്ന് മാത്രമല്ല, ഈ യൂട്യൂബർമാരുടെ ജൽപ്പനങ്ങളൊക്കെ തൊണ്ട തൊടാതെ വിശ്വസിച്ചിരുന്ന എല്ലാവർക്കും സത്യം എം.എ. യൂസഫ് അലിയുടെ ഭാഗത്താണെന്നും ലുലു ഗ്രൂപ്പിന്റെ ഭാഗത്താണെന്നും മനസ്സിലായി. ഇപ്പോൾ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം എം.എ. യൂസഫ് അലി എന്ന ആ വലിയ വ്യവസായിയെ, ലുലു ഗ്രൂപ്പിനെ അപമാനിക്കാൻ വേണ്ടി, ദേശവിരുദ്ധരായി ചിത്രീകരിക്കാൻ വേണ്ടി സംഘടിതമായ ശ്രമം സോഷ്യൽ മീഡിയയിലെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഒരേ സമയം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ചില സ്ക്രീൻഷോട്ടുകൾ ഞാൻ ഇപ്പോൾ പ്രേക്ഷകരെ കാണിക്കാം. ഇടപ്പള്ളിയിലെ ലുലുമാളിന്റെ നടുത്തളത്തിൽ ഇന്ത്യൻ പതാകയേക്കാൾ അനേകം ഇരട്ടി വലുപ്പത്തിൽ പാകിസ്ഥാന്റെ പതാക പ്രദർശിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ഇപ്പോൾ വ്യാപകമായി ഫോട്ടോകൾ ഷെയർ ചെയ്യപ്പെടുന്നത്. ഇതിനിടയിൽ വരുന്ന ചില പ്രതികരണങ്ങൾ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പല ഗ്രൂപ്പുകളിലും വരുന്ന പ്രതികരണങ്ങൾ ഏതാണ്ട് ഇതുപോലെയാണ്. ഇന്ത്യൻ പതാകയ്ക്ക് മുകളിൽ പാകിസ്ഥാൻ പതാക വലുപ്പം കൂട്ടി ലുലുമാളിൽ കെട്ടിയെങ്കിൽ അത് മുതലാളിയുടെ നിർദ്ദേശപ്രകാരമാണോ? യൂസഫ് അലി മറുപടി പറയണം. പിന്നെ സംഘപരിവാർ പ്രതിഷേധം, ലുലുമാളിൽ നിന്ന് പതാകകൾ മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് രാം ഭജൻസ് ധർമ്മടം എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്ന് ഒരു പോസ്റ്റർ വരുന്നു. അങ്ങനെ നിരവധിയായ വിദ്വേഷ കമന്റുകൾ, വർഗീയ കമന്റുകൾ, അതായത് എം.എ. യൂസഫ് അലിയുടെ മതം നോക്കി, ഈ കൊടിയുടെ ഒരു ആംഗിളിൽ നിന്നുള്ള ഒരു ചിത്രം നോക്കി ഇത് വർഗീയതയാണ്, പാകിസ്ഥാന് ജയ് വിളിക്കുന്ന ലുലു ഗ്രൂപ്പിന്റെ നടപടിയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങ് പ്രചരിപ്പിക്കുകയാണ്. എന്താണ് ഈ പ്രചാരണങ്ങളുടെ വാസ്തവം? എങ്ങനെയാണ് ഈ ചിത്രങ്ങൾ ഈ വിധത്തിൽ വന്നത്? ഇക്കാര്യങ്ങളെ കുറിച്ച് ഞാനൊരു അന്വേഷണം നടത്തി. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ പ്രചാരണം വ്യാജമാണെന്ന് മാത്രമല്ല, ഇല്ലാത്ത കാര്യങ്ങൾ പെരുപ്പിച്ചു കാണിച്ച് യൂസഫ് അലിയെയും ലുലു ഗ്രൂപ്പിനെയും വേട്ടയാടുക എന്ന ചിലരുടെ അജണ്ടയുടെ ഭാഗമായി ഉണ്ടായ ഒരു കള്ളപ്രചാരണമാണ്, വർഗീയ വിദ്വേഷ പ്രചാരണമാണിത് എന്ന് വ്യക്തമാണ്. പാകിസ്ഥാൻ അടക്കം നിരവധി രാജ്യങ്ങളുടെ കൊടികൾ ഒരേ വലുപ്പത്തിൽ, ഒരേ അളവിൽ ഇടപ്പള്ളി ലുലുമാളിന്റെ നടുത്തളത്തിൽ ഉയർത്തിയിരുന്നു. അത് ആ രാജ്യങ്ങളോടുള്ള ആദരസൂചകമായിട്ടൊന്നുമല്ല, മറിച്ച് ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഉദ്ഘാടന ദിവസം ആ ലോകകപ്പിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എല്ലാം പതാകകൾ വെച്ചുകൊണ്ട് ക്രിക്കറ്റ് ലോകകപ്പിനെ വെൽക്കം ചെയ്യുന്ന വിധത്തിൽ ഒരു രൂപമുണ്ടാക്കിയിരിക്കും. ഇപ്പൊ നമ്മൾ ബിനാലേക്കൊക്കെ പോകുമ്പോൾ കാണുന്നത് പോലുള്ള ഒരു ചെറിയ ഇൻസ്റ്റലേഷൻ ആണ് അവിടെ നടത്തിയത്. അതിൽ എല്ലാ കൊടികളും, എല്ലാ രാജ്യങ്ങളുടെ കൊടികളും ഒരേ അളവിലുള്ളതായിരുന്നു. അല്ലാതെ പ്രതീഷ് വിശ്വനാഥനും സംഘവും ഒക്കെ പറയുന്നത് പോലെ ഇന്ത്യയുടെ കൊടി ചെറുതും മറ്റ് രാജ്യങ്ങളുടെ കൊടി, പാകിസ്ഥാന്റെ കൊടി വളരെ വലുപ്പത്തിലും എന്നുള്ളത് തെറ്റായ പ്രചാരണമാണ്. ഇത് എങ്ങനെയാണ് ഈ കൊടിയുടെ വലുപ്പം ഇത്ര കൂടുതലായി തോന്നുന്നതെന്ന് പറഞ്ഞാൽ, ഈ പാകിസ്ഥാന്റെ കൊടി ഏറ്റവും പിന്നിലായാണ്. അതായത് ലുലുമാളിന്റെ മുന്നിൽ നിന്ന് കയറി വരുമ്പോൾ ഈ പാകിസ്ഥാന്റെ കൊടിയെ മറച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ കൊടി ഉള്ളത്. ഇത് നേരെ എതിർവശത്താണ് പാകിസ്ഥാന്റെ കൊടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഫോട്ടോ എടുത്തവർ ദുഷ്ടലാക്കോടുകൂടി എന്താണ് ചെയ്തത്? നേരെ മുകളിലത്തെ നിലയിൽ പോയി ഈ പാകിസ്ഥാന്റെ കൊടി വെച്ചിരിക്കുന്ന ആ ഭാഗത്ത് നിന്ന് ആ കൊടി ഫുൾ ഫ്രെയിമിൽ വെച്ചുകൊണ്ടൊരു ഫോട്ടോ എടുത്തു. സ്വാഭാവികമായും നമുക്കറിയാം, രണ്ട് ഒബ്ജക്റ്റുകളെ നിർത്തി നമ്മൾ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഒബ്ജക്റ്റ് ഈ പറയുന്ന ക്യാമറയോട് ചേർന്ന് നിൽക്കുകയും ഒരു ഒബ്ജക്റ്റ് അതേ വലുപ്പം ഉണ്ടെങ്കിലും അത് കുറെ പിന്നിലാണെങ്കിൽ, കുറച്ച് ദൂരെയാണെങ്കിൽ ഈ ക്യാമറയോട് ചേർന്ന് നിൽക്കുന്ന ഒബ്ജക്റ്റിന് വളരെ വലുപ്പം തോന്നുകയും പിന്നിൽ നിൽക്കുന്ന ഒബ്ജക്റ്റ് വളരെ ചെറുതായി തോന്നുകയും ചെയ്യും. ഇത് രണ്ടും ഒരേ വലുപ്പമുള്ളതാണെങ്കിലും ക്യാമറയിൽ ഫോട്ടോ എടുക്കുമ്പോൾ അങ്ങനെയാണ് വരിക. നമ്മൾ മൊബൈൽ ക്യാമറയിൽ പരിശോധിച്ചാൽ അത് വ്യക്തമാകും. അപ്പോ അങ്ങനെ എടുത്തൊരു ചിത്രം ഇന്ത്യൻ പതാകയേക്കാൾ വളരെ വലുപ്പത്തിൽ പാകിസ്ഥാൻ പതാക ഉയർത്തി
അത് ലുലുമാളിന്റെ ഉടമയുടെ മതത്തിന്റെ പ്രശ്നമാണ്, ഇവർ ഇവിടെ ഇരുന്നിട്ട് ദേശവിരുദ്ധ പ്രവർത്തനം നടക്കുകയാണ്, പാകിസ്ഥാന് ജയ് വിളിക്കാൻ തുടങ്ങി. പിന്നെ അങ്ങോട്ട് മേളമാണ്. അതിന് കമന്റ് ബോക്സ് ഒക്കെ കണ്ടാൽ നമ്മുടെ തല ഇറങ്ങിപ്പോവും. ഇത്രയും വിദ്വേഷവും വർഗീയതയും ഒക്കെ മനസ്സിൽ വെച്ചിട്ടാണോ ഈ സംഘപരിവാർ അനുകൂലികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളും അവരെ പിന്തുണയ്ക്കുന്നവരും ഈ രാജ്യത്ത് ജീവിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ഭയം തോന്നുന്നു, അത്ഭുതം തോന്നുന്നു. ഇപ്പൊ ഒരേ വലുപ്പത്തിലുള്ള പതാകകൾ, അത് ഈ ലോകകപ്പ് ക്രിക്കറ്റിന് പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ മുഴുവൻ പതാകകൾ ലോകകപ്പ് ക്രിക്കറ്റിന്റെ ഉദ്ഘാടന ദിനത്തിൽ അവർക്ക് എല്ലാവർക്കും ഈ ക്രിക്കറ്റ് ലോകകപ്പിലേക്ക് സ്വാഗതം എന്ന നിലയിൽ അതിനെ പിന്തുണച്ചുകൊണ്ട് ക്രിക്കറ്റ് ലോകകപ്പിന് ആശംസകൾ പറഞ്ഞുകൊണ്ടുള്ള ഇൻസ്റ്റലേഷൻ ആയിരുന്നു അത്. അതൊരൊറ്റ ദിവസത്തേക്കാണ് അവർ പദ്ധതി ഇട്ടിരുന്നത്. അനുബന്ധമായി ചില പരിപാടികളും അന്നേ ദിവസം അവർ പദ്ധതി ഇട്ടിരുന്നു എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. എന്തായാലും ആ ലോകകപ്പുമായി ബന്ധപ്പെടുത്തി ആ ലോകകപ്പിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ മുഴുവൻ ഒരു പതാക വെച്ചതിനെയാണ് ഇന്ത്യൻ പതാകയെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇവർ ഈ കിടന്ന് പറയുന്നത്. ഇനി MA യൂസഫ് അലിയുടെയും ലുലു ഗ്രൂപ്പിന്റെയും ദേശസ്നേഹം അത് ആരും ചോദ്യം ചെയ്യാൻ വരേണ്ട കാര്യമില്ല. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങി നിങ്ങൾ ഈ സംഘപരിവാർ അനുകൂലികൾ എന്ന് പറയുന്നവർ തൊഴുകൈകളോടെ നിൽക്കുന്ന നിങ്ങളുടെ നേതാക്കൾ മുഴുവൻ MA യൂസഫ് അലിയുടെ മഹത്വം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. G20 ഉച്ചകോടിക്ക് വന്ന സൗദി രാജാവിനോടൊപ്പം സംസാരിച്ചതും ഇന്ത്യക്ക് വേണ്ടി നിർണായകമായ ഇടപെടൽ നടത്തിയതും MA യൂസഫ് അലി ആയിരുന്നു. ഈ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് പേർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി രാജ്യമെമ്പാടും ലുലുമാളുകൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. ഈ രാജ്യത്ത് തൊഴിലില്ലായ്മ രൂക്ഷമാണെന്ന മുറവിളി വരുമ്പോൾ മറുവശത്ത് ഈ രാജ്യത്തെ സർക്കാരുമായി ചേർന്നുകൊണ്ട് ഇവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അനേക ലക്ഷം പേർക്ക് അന്നമൂട്ടുന്നയാളാണ് MA യൂസഫ് അലി. ഈ രാജ്യത്തോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ രാജ്യത്ത് ഇത്രയും കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനി സുരേഷ് ഗോപി, അദ്ദേഹം റിപ്പബ്ലിക് ദിനത്തിൽ ലുലു ഗ്രൂപ്പ് നടത്തിയ റിപ്പബ്ലിക് ദിന ആഘോഷം റിപ്പബ്ലിക് ദിന പരേഡിന് സമാനമായ രീതിയിലായിരുന്നുവെന്നും ലുലു ഗ്രൂപ്പിന്റെ ദേശീയത പ്രശംസനീയമാണെന്നും രാജ്യത്തോടുള്ള ലുലു ഗ്രൂപ്പിന്റെ മര്യാദയ്ക്കും ആദരവിനുമൊക്കെ സല്യൂട്ട് അടിക്കുകയാണ് താനെന്നുമൊക്കെയാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ഇനി ഇപ്പോൾ വിവാദമായ ലുലു ഗ്രൂപ്പിന്റെ ആ നടുത്തളത്തിൽ മേക്ക് ഇൻ ഇന്ത്യയുടെ വലിയ ലോഗോ പ്രദർശിപ്പിക്കപ്പെട്ടിരുന്നു. രാജ്യം ഭരിക്കുന്ന സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്റ്റീജ് പദ്ധതിയാണ് മേക്ക് ഇൻ ഇന്ത്യ. അതിന് എല്ലാ സഹായങ്ങളും അല്ലെങ്കിൽ എല്ലാ പിന്തുണയും നൽകി ഒപ്പം നിന്നതാണ് ലുലു ഗ്രൂപ്പ്. സുരേഷ് ഗോപി തന്നെ അവിടെ പോയി വിസ്മയിച്ചു പോയ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ ശത്രു രാജ്യങ്ങളുമായുള്ള ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച ധീര ജവാന്മാരുടെ പത്നിമാരെ ആദരിച്ചൊരു ചടങ്ങ് ലുലു ഗ്രൂപ്പ് സംഘടിപ്പിച്ചിരുന്നു. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു വ്യവസായ ശൃംഖല, വ്യവസായ ഗ്രൂപ്പ് ഇത്തരത്തിൽ ഒരു പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ? അന്വേഷിക്കും. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ തുടർച്ചയായാണ് ഇത്തരത്തിലൊരു പരിപാടി ലുലു ഗ്രൂപ്പ് സംഘടിപ്പിച്ചത്. ദേശസ്നേഹത്തിന്റെ അടയാളമാണ്, രാജ്യത്തോടുള്ള ആദരവിന്റെ അടയാളമാണ്. രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച ധീര ജവാന്മാരുടെ പത്നിമാരെ ആദരിക്കുന്ന ചടങ്ങ് ലുലു ഗ്രൂപ്പ് സംഘടിപ്പിച്ചതാണ്. ഈ ലുലു ഗ്രൂപ്പിനെ നോക്കിയിട്ട് ഇവർ ദേശവിരുദ്ധരാണ്, ദേശസ്നേഹികളല്ല, ഇവർക്ക് ദേശവിരുദ്ധ അജണ്ടയാണെന്നൊക്കെ പറഞ്ഞാൽ ആ പറഞ്ഞവർക്ക് കാര്യമായ തകരാറുണ്ടെന്ന് ഈ രാജ്യം മുഴുവൻ പറയും. അതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഫോട്ടോ കാണിച്ചുകൊണ്ട്, അതായത് പാകിസ്ഥാന്റെ പതാകയ്ക്ക് അടുത്ത് പോയി നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് ഇന്ത്യയുടെ പതാകയെ അപമാനിച്ചു എന്ന രീതിയിൽ പോസ്റ്റുകൾ ഇട്ട് പ്രചരിപ്പിച്ച് ലുലു ഗ്രൂപ്പിനെയും യൂസഫ് അലിയെയും ഒക്കെ താറടിച്ച് കാണിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവർ നടത്തിയ വിദ്വേഷ പ്രചാരണം, വർഗീയ പ്രചാരണം, വ്യാജ പ്രചാരണം, ഈ ഫോട്ടോയിലെ ഗിമ്മിക്ക്, ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ഉയർത്തിവിട്ട ആ തീ അപ്പോൾ തന്നെ കെട്ടുപോയി. ആരും ഏറ്റെടുത്തിട്ടില്ല. ഈ സംഘപരിവാർ അനുകൂലികൾ എന്ന് പറഞ്ഞിട്ട് ഇവർ പ്രചരിപ്പിച്ച് ഈ സാധനം BJP ഔദ്യോഗികമായി ഏറ്റെടുത്തിട്ടില്ല, RSS ഏറ്റെടുത്തിട്ടില്ല, പരിവാർ സംഘടനകൾ ഏറ്റെടുത്തിട്ടില്ല. ഉത്തരേന്ത്യയിൽ ചിലയിടങ്ങളിലൊക്കെ ഇത് പ്രചരിപ്പിക്കപ്പെട്ടുവെങ്കിലും ഇപ്പോൾ ഇംഗ്ലീഷിലുള്ള ഫാക്ട് ചെക്കിംഗ് വെബ്സൈറ്റുകളൊക്കെ ഇതിന്റെ കള്ളത്തരം കൃത്യമായി പൊളിച്ച് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അതായത് വ്യാജ പ്രചാരണമാണ് ലുലു ഗ്രൂപ്പിനെതിരെ നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ലുലു ഗ്രൂപ്പിനെതിരെ വ്യാജ വിദ്വേഷ പ്രചാരണങ്ങളും ഒക്കെ ആയി ഇറങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് വെറുതെ കിടന്നിങ്ങനെ പറയാം, അലമ്പുണ്ടാക്കാമെന്നല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അറിയാം എന്താണ് ലുലു ഗ്രൂപ്പ് എന്നും ആരാണ് യൂസഫ് അലി എന്നും. അവർക്കിനി പ്രത്യേകിച്ച് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നിട്ടും നിങ്ങൾ വെറുതെ കിടന്ന് ഇങ്ങനെ അദ്ദേഹത്തെ അപമാനിക്കാനും അല്ലെങ്കിൽ സമൂഹ മധ്യത്തിൽ ഇകഴ്ത്തിക്കെട്ടാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ സ്വയം ചെറുതായി പോകുന്നത്, അപമാനിതരായി പോകുന്നത് നിങ്ങൾ തന്നെയാണ്.
എന്തായാലും MA യൂസഫ് അലിക്കും ലുലു ഗ്രൂപ്പിനുമൊക്കെ എതിരെ കൊണ്ടുവന്ന അടുത്ത കള്ളക്കഥയും വ്യാജ പ്രചാരണവും 8 നിലയിൽ പൊട്ടി തകർന്നിരിക്കുകയാണ്.